കഴിഞ്ഞ 20 മാസത്തിനുള്ളിൽ ഇടുക്കിയിൽ കാട്ടാനാക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 12 പേരാണ്. 2024 7 പേരും ഈ വർഷം ഇതുവരെ 5 പേരും കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ചിന്നംവിളിയിൽ ഭയന്ന മലയോരത്തെ മനുഷ്യർ ജീവൻ ഭയന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എന്നിട്ടും കാട്ടാന പ്രതിരോധ പദ്ധതികളെല്ലാം ഫയലിൽ ഉറങ്ങുകയാണ്. കഴിഞ്ഞ 20 മാസത്തിനുള്ളിൽ മാത്രം ആനക്കളിയിൽ ജീവൻ നഷ്ടമായത് 12 പേർക്ക്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മരിച്ച ജോസഫ് വേലുച്ചാമി. ഇദ്ദേഹത്തിനു മുമ്പ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിമല എന്ന ആദിവാസി സ്ത്രീ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പെരുവന്താനം കൊമ്പൻപാറയിൽ വീട്ടമ്മയായ സോഫിയ, മീൻമുട്ടിക്ക് സമീപം ഗോത്രവിഭാഗത്തിൽപ്പെട്ട സീത, പെരുവന്താനം മതമ്പയിൽ കർഷകനായ പുരുഷോത്തമൻ എന്നിവരാണ് ഈ വർഷം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ സീതയുടെ മരണം കാട്ടാന ആക്രമണമല്ലെന്ന് വരുത്തി തീർക്കുവാനും വനം വകുപ്പ് ശ്രമം നടത്തി. 2024 ജനുവരിയിൽ പന്നിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളിയായ പരിമളം ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ മൂന്നാറിലെത്തിയ കോയമ്പത്തൂർ സ്വദേശി കെ പോൾ രാജ്, BL റാവു സ്വദേശി സൗന്ദർ രാജൻ, ഫെബ്രുവരിയിൽ മൂന്നാർ കന്നിമലയിൽ ഓട്ടോ തൊഴിലാളിയായ സുരേഷ് കുമാർ, മാർച്ചിൽ അടിമാലി കാഞ്ഞിരവേലി സ്വദേശിയായ വീട്ടമ്മ ഇന്ദിര, ജൂലൈയിൽ ചിന്നക്കനാൽ ടാങ്കുകുടി സ്വദേശി കണ്ണൻ, ഡിസംബറിൽ മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇബ്രാഹിം എന്നിവരാണ് കഴിഞ്ഞ 20 മാസത്തിനിടയിൽ മരണപ്പെട്ടത്. ഇത്തരത്തിൽ മാസങ്ങളുടെയും ആഴ്ചകളുടെയും വ്യത്യാസത്തിൽ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുമ്പോഴും പ്രതിരോധ മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് നടപടി സ്വീകരിക്കാതെ വനം വകുപ്പ് വനവ്യാപ്തി വർദ്ധിപ്പിക്കുവാനും കർഷകരെ കുടിയിറക്കുവാനും നീക്കം നടത്തുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ.